വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യേശു തന്റെ ആടുകൾ നിത്യത ജീവൻ പ്രാപിക്കുമെന്ന് പറഞ്ഞത് എപ്പോഴാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ സ്വരം കേൾക്കുന്ന ആടുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 2: യേശു ഏത് രീതിയിൽ ദൈവരാജ്യം കാണാൻ കഴിയും എന്ന് പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വീണ്ടും ജനിച്ചാൽ. ക്വസ്റ്റ്യൻ നമ്പർ 3: യേശു പറയുന്ന ഭൗമിക കാര്യങ്ങൾ എന്നും സ്വർഗീയ കാര്യങ്ങൾ എന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമയപരിമിതിയും നിത്യവും. ക്വസ്റ്റ്യൻ നമ്പർ 4: ഫിലിപ്പോസ് എത്ര ധനാറിന് അപ്പം തികയില്ലെന്ന് പറഞ്ഞു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 200. ക്വസ്റ്റ്യൻ നമ്പർ 5: ജ്ഞാനമേറുമ്പോൾ എന്താണ് ഏറുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഃഖം. ക്വസ്റ്റ്യൻ നമ്പർ 6: യേശുവിനെ യൂദയായിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് ആര്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സഹോദരന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 7: നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്നെഴുതിയിരിക്കുന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിയമത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8: സീലോഹ എന്ന കുളം എന്നർത്ഥം എന്ത്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അയച്ചു കൊടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 9: യേശുവിനെ കുറിച്ച് വീണ്ടും കേൾക്കാൻ യഹൂദർ ആഗ്രഹിച്ചത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിഷ്യത്വം. ക്വസ്റ്റ്യൻ നമ്പർ 10: എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ഡാഷ് പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശത്രുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 11: യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല,
നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഡാഷ് ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1. ക്വസ്റ്റ്യൻ നമ്പർ 12. ഫരിസേയർ നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ വചനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 8-ാം അധ്യായം 13-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഞാനാണ് ജീവന്റെ അപ്പം എന്ന വാക്ക് യേശു പറഞ്ഞത് എവിടെ? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സിനഗോഗ്. ക്വസ്റ്റ്യൻ നമ്പർ 14. വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ഡാഷ് ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇടയൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. വാതിലിലൂടെ തൊഴുത്തിൽ പ്രവേശിക്കുന്നവൻ ആരാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇടയൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. യൂദയായിലുള്ള ക്രിസ്തുവിന്റെ സഭകൾ അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 17. യേശു മാറ്റപ്പെടേണ്ട സമയം എവിടെയാണ് പ്രഖ്യാപിച്ചത്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കൂട്ടത്തിനു മുൻപിൽ. ക്വസ്റ്റ്യൻ നമ്പർ 18. യുദ്ധകളത്തിൽ വെച്ച് തന്നെ 4000-ഓളം ആളുകളെ ആര് വധിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്തീയർ. ക്വസ്റ്റ്യൻ നമ്പർ 19. മുമ്പ് അന്ധനായിരുന്നവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്ത്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രവാചകൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. സ്ത്രീയെ അവർക്ക് നടുവിൽ എവിടെയാണ് നിർത്തിയത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദേവാലയത്തിന്റെ നടുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. യേശു പറഞ്ഞത് നീതിയായി ഡാഷ് ചെയ്യുവിൻ. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 22. യേശുവിന്റെ ശിഷ്യർ യേശുവിനോട് ഭക്ഷണം കഴിച്ചാലും എന്ന് പറഞ്ഞത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കിണറിനരികിൽ. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 24. യേശുവിനെ കണ്ടാൽ എവനെ കാണുന്നത് പോലെ ആണെന്ന് യേശു പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ലോകത്തിന്റെ അധികാരി
പുറന്തള്ളപ്പെടുന്നത് എവിടെയാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലോകത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 26. പുരോഹിത പ്രമുഖർ ലാസറിനെ കൊല്ലുവാനുള്ള ആലോചന നടത്തിയിരുന്നത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജെറുസലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബ് എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമരിയാക്കാരി. ക്വസ്റ്റ്യൻ നമ്പർ 28. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബേത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് ഏത് ദേശത്ത് കുടിയേറി പാർത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മോവാബ്. ക്വസ്റ്റ്യൻ നമ്പർ 29. നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ 10 പേരെ കൂടി ആര് വിളിച്ചു കൊണ്ടുവന്നു? റൂത്ത് 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 30. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഈ വാക്ക് ആരാണ് പറഞ്ഞത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പത്രോസ്. ക്വസ്റ്റ്യൻ നമ്പർ 31. യേശു അടയാളങ്ങൾ ചെയ്തിട്ടും ജനങ്ങൾ വിശ്വസിക്കാത്തത് എവിടെയാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജെറുസലേം. ക്വസ്റ്റ്യൻ നമ്പർ 32. ആട്ടിൻതൊഴുത്തിന്റെ വാതിലിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നവൻ ആരാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കള്ളനും കവർച്ചക്കാരനും. ക്വസ്റ്റ്യൻ നമ്പർ 33. ആരാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വന്നു വസിച്ചു എന്ന് യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 34. കുട്ടിക്കുണ്ടായിരുന്ന മീനുകളുടെ എണ്ണം എത്ര? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 35. ജ്ഞാനമേറുമ്പോൾ എന്താണ് കൂടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദുഃഖം. ക്വസ്റ്റ്യൻ നമ്പർ 36. നമ്മൾ ഡാഷിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആത്മാവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. ജനക്കൂട്ടം യേശുവിനെ സ്വീകരിക്കാൻ വന്നത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലാസറിനെ ഉയർത്തെഴുന്നേറ്റ അടയാളം കേട്ടപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 38. എന്നോട് കൂടെയുള്ള എല്ലാ സഹോദരരും ഏതൊക്കെ സഭകൾക്കാണ് എഴുതുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗലാത്യയിലെ. ക്വസ്റ്റ്യൻ നമ്പർ 39. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു.
ക്വസ്റ്റ്യൻ നമ്പർ 40. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബേത്സൈദ. ക്വസ്റ്റ്യൻ നമ്പർ 41. സ്ത്രീ പറഞ്ഞു, വരുവാൻ പോകുന്നത് ആരാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിശിഹ. ക്വസ്റ്റ്യൻ നമ്പർ 42. കള്ളനെ കുറിച്ച് യേശു പറഞ്ഞത് മോഷ്ടിക്കാനും കൊല്ലാനും ഡാഷ് വരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നശിപ്പിക്കാനും. ക്വസ്റ്റ്യൻ നമ്പർ 43. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ ജെറുസലേമിലേക്ക് പോയത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 44. യേശു കണ്ട മനുഷ്യൻ ഏതു വിധത്തിലുള്ള വൈകല്യത്തോടെയാണ് ജനിച്ചത്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജന്മനാ അന്ധൻ. ക്വസ്റ്റ്യൻ നമ്പർ 45. വിശ്വസിക്കാത്തവർ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് ആരോട് യേശു പറഞ്ഞു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജസേവകൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. ബേത്സൈദ എന്ന വാക്ക് ഏത് ഭാഷയിലാണ്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹെബ്രായ. ക്വസ്റ്റ്യൻ നമ്പർ 47. യേശു അവരിൽ നിന്ന് മറിഞ്ഞത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 48. കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു അവൻ. ആരുടെ കുറിച്ചാണ് ഈ വാക്ക്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ സ്നാപകൻ. ക്വസ്റ്റ്യൻ നമ്പർ 49. ബേത്സൈദ എന്ന കുളം എവിടെയായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അജകവാടത്തിനടുത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ ഡാഷ് ചെയ്യുന്നതില്ല. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വസിക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 51. അന്ധനായിരുന്നവന്റെ മാതാപിതാക്കളെ വിളിച്ചത് എവിടെ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫരിസേയരുടെ സന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. യേശു വീണ്ടും പറഞ്ഞു, ഞാനാണ് ഡാഷ്. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആടുകളുടെ വാതിൽ. ക്വസ്റ്റ്യൻ നമ്പർ 53. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാന. ക്വസ്റ്റ്യൻ നമ്പർ 54. യോഹന്നാൻ ജലത്താൽ എവിടെയായിരുന്നു സ്നാനം നൽകിയത്? യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോർദാനിൽ. ക്വസ്റ്റ്യൻ നമ്പർ 55. അന്ധനായ മനുഷ്യൻ യേശുവിനെ എന്തെന്ന് വിളിച്ചു? യോഹന്നാൻ
9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രവാചകൻ. ക്വസ്റ്റ്യൻ നമ്പർ 56. യേശു ചെളിയുണ്ടാക്കി കണ്ണുകൾ തുറന്നത് എപ്പോൾ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാബത്ത് ദിവസത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ആര് മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്ത് വിളിച്ചു? അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 58. യേശുവിനോടൊപ്പം അവന്റെ ശുശ്രൂഷകൻ ഉണ്ടാകേണ്ടത് എവിടെയാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അവൻ ആയിരിക്കുന്നിടത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 59. യേശു അവന്റെ കണ്ണ് തുറന്ന സ്ഥിതി ഏത് ദിവസത്തിലായിരുന്നു? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സാബത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 60. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദാസിമാരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 61. നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗലാത്യ 4-ാം അധ്യായം 21-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 62. പണസഞ്ചി ആരുടെ ആയിരുന്നു കയ്യിൽ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യൂദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 63. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാംസം. ക്വസ്റ്റ്യൻ നമ്പർ 64. യഹൂദരുടെ ശുദ്ധീകരണ ചടങ്ങിനുള്ള വെള്ളം നിറച്ചിരുന്നത് എത്ര കൽഭരണികളിലായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 6. ക്വസ്റ്റ്യൻ നമ്പർ 65. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ഡാഷ് ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജീവനെ. ക്വസ്റ്റ്യൻ നമ്പർ 66. യേശു എത്തിയ പട്ടണം എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സിക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 67. അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായത് എപ്പോൾ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സാബത്തിൽ കാഴ്ച ലഭിച്ചതിനെ കുറിച്ച് കേട്ടപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 68. എഫ്രായിം മലനാട്ടിലെ റമാതായിമിൽ സൂഫ് വംശജനായ ഡാഷ് എന്നൊരാളുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 69. തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ ബി ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. വചനം എന്തായി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാംസം. ക്വസ്റ്റ്യൻ നമ്പർ 71. നവോമി പറഞ്ഞു, മകളെ, കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം. കാര്യം തീരുമാനിക്കുന്നത് വരെ അവൻ ഡാഷ് ഇന്ന് തന്നെ തീരുമാനമാകും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അടങ്ങിയിരിക്കുകയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 72. യേശു ഏത് സമയത്ത് കിണറിന്റെ അരികിലിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 6-ാം മണിക്കൂർ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഫിലിസ്ത്യർ എപ്പോഴാണ് ഇസ്രായേലിയരെ ആക്രമിക്കാൻ വന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ. ക്വസ്റ്റ്യൻ നമ്പർ 74. ഏത് വചനത്തിൽ ഇരുൾ വെളിച്ചത്തെ കീഴടക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 75. അന്ധകാരത്തിലേക്ക് പോകുന്നവന് മുൻപ് പറഞ്ഞപ്പെട്ടവനെ പോലെയല്ല, അവന് എന്ത് ലഭിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സ്വസ്ഥത. ക്വസ്റ്റ്യൻ നമ്പർ 76. കവർനാമിൽ അവർ എത്ര ദിവസം താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഏതാനും ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 77. യേശുവിന്റെ സഹോദരന്മാർ അവനോട് എവിടേക്ക് പോകാൻ പറഞ്ഞു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യൂദയ. ക്വസ്റ്റ്യൻ നമ്പർ 78. യഹൂദർ യേശുവിനെ എന്തിനാണ് ദ്വേഷിച്ചത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. യേശു അവൻ പുറത്താക്കപ്പെട്ടുവെന്ന് കേട്ടത് എവിടെ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വഴിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. പിറ്റേ ദിവസം ജനങ്ങൾ യേശുവിനെയും ശിഷ്യന്മാരെയും അന്വേഷിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കടലിന്റെ മറുകരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 81. ലോകം ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വചനം. ക്വസ്റ്റ്യൻ നമ്പർ 82. റബ്ബി എന്നത് എന്തർത്ഥമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 83. യഥാർത്ഥ ആരാധകർ എന്തിൽ ആരാധിക്കും? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആത്മാവിലും സത്യത്തിലും. ക്വസ്റ്റ്യൻ നമ്പർ 84. പുരോഹിതരും ഫരിസേയരും സേവകരെ അയച്ചത് എപ്പോൾ? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജനങ്ങൾ അവനെ പറ്റി പിറുപിറുക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 85. എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും ആരവളെ അനുസ്മരിക്കുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 86. നാട് വീണ്
അഴിയുന്നില്ലെങ്കിൽ ഫലം വരില്ലെന്ന് യേശു പറഞ്ഞത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിഷ്യന്മാരോട് ഗ്രീക്കർ വിഷയം പറഞ്ഞപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 87. വചനം എന്ന പദത്തിന്റെ ഗ്രീക്ക് മൂലപദം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലോഗോസ്. ക്വസ്റ്റ്യൻ നമ്പർ 88. മിച്ചം വന്ന കഷ്ണങ്ങൾ ശേഖരിച്ചപ്പോൾ എത്ര കുട്ട നിറഞ്ഞു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12. ക്വസ്റ്റ്യൻ നമ്പർ 89. ലാസറിനെ കൊലപ്പെടുത്താൻ ആലോചിച്ചവർ ആരായിരുന്നു? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുരോഹിത പ്രമുഖർ. ക്വസ്റ്റ്യൻ നമ്പർ 90. തിരുനാളിൽ യഹൂദർ എന്ത് തിരഞ്ഞുകൊണ്ടിരുന്നു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 91. ആരും യേശുവിനെ പിടിക്കാത്തത് എപ്പോൾ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കാരണം അവന്റെ സമയം വന്നിട്ടില്ലായിരുന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 92. യേശു നെടുവേർപ്പെട്ടത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശവകുടീരത്തിലേക്ക് വരുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 93. അന്ധൻ യേശുവിനെ പ്രണമിച്ചത് എവിടെ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വഴിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 94. യേശു എന്തിനെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 95. ഫരിസേയരുടെ ഇടയിൽ ഭിന്നതയുണ്ടായതായി പറയുന്ന വചനം? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 9-ാം അധ്യായം 16-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 96. വ്യഭിചാരത്തിൽ പിടിച്ച് സ്ത്രീയെ കൊണ്ടുവന്നവർ ആരായിരുന്നു? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിയമജ്ഞരും ഫരിസേയരും. ക്വസ്റ്റ്യൻ നമ്പർ 97. കൂലിക്കാരൻ ആടുകളെ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവൻ കൂലിക്കാരനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 98. യേശുവിന്റെ ഈ അത്ഭുതം എന്തിന്റെ ആരംഭമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അടയാളങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 99. ഏലിയുടെ മക്കൾ ചെയ്തതെന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവദൂഷണം പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 100. എല്ലാ മനുഷ്യനും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ആരുടെ ദാനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിന്റെ. നന്ദി. വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും
1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ഓഫ് വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്. ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.